കുരിശുവഴിയിലെ തൂവാല. പ്രിയ സഹോദരങ്ങളെ, നോയമ്പ് ജീവിത നവീകരണത്തിൻ്റെ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും വലിയ നോയമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഴമായ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ അവസരമാണ്. ശുഭഖോനയിൽ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയിലൂടെ നാം ഇത് ആരംഭിക്കുന്നു. പകുതി നോമ്പിലേക്ക് വരുമ്പോൾ ഗോകുൽത്ത സ്ഥാപിച്ചുകൊണ്ട് കുറേ കൂടി ആഴമായ ദൈവാൈക്യത്തിലേക്ക് നാം കടന്നു വരുന്നു. ഹാശ ആഴ്ചയിലേക്ക് വരുമ്പോൾ വാദേ തൽമീനോ എന്ന ശുശ്രൂഷയിലൂടെ പ്രത്യേകമായിട്ട് പീഡാനുഭവ ചിന്തകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ഒരുക്കത്തിൻ്റെ തീവ്രത കൂടുതൽ കടന്നു വരുന്നുണ്ട്. വാദേ തൽമീനോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുക്കമുള്ളവർ ഹാസ്യാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ്. 10 കന്യകമാർ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട്, മണവാളനെ സ്വീകരിക്കുവാനായിട്ട് വരുന്നതായ സംഭവമാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കുക. യേശുവും സഭയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് ഹാസ്യാഴ്ചയിൽ നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. ഒരുക്കമുള്ളവർ ഈ മണവറയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. നോയമ്പിൻ്റെ ഒരുക്കം പൂർത്തിയായി യേശുവിൻ്റെ സഭയുമായിട്ടുള്ളതായ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുക്കമുള്ളവർ മാത്രമാണ് ഹാസ്യാഴ്ചയിലേക്ക് വരുന്നത്. ഈ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, പരിത്യാഗത്തിലൂടെ ഒരുക്കമുള്ളവരായി യേശുവിനെ മണവാളനായി സ്വീകരിക്കുവാനായിട്ട്, മണവാട്ടിയായി സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഹാസ്യാഴ്ചയെ തുടർന്ന് ഹാസ്യാഴ്ചയുടെ സമാപനത്തിൽ വരുന്നതായ ദുഃഖവെള്ളിയും പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഒക്കെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ദിവസങ്ങളാണല്ലോ. ആ യേശുവുമായി പൂർണ്ണമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് നാം ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നതായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പ്രാർത്ഥനാപൂർവം ഈ ഹാസ്യാഴ്ചയുടെ ദിവസങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട്, ആചരിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.